ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ്. എവിടെയാണ്, എന്നാണ് ആരംഭിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സൈനിക സ്കൂൾ ആരംഭിച്ചു. ഇതെവിടെയാണ്? RD പരേഡിൽ പങ്കെടുക്കാൻ പോകുന്ന കേരളത്തിലെ ദ കിങ് ഓഫ് ദി മന്നാൻ ട്രൈബ്, മന്നാൻ ഗോത്രത്തിലെ രാജാവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജനുവരി 23 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ലിറ്റററി ജയൻസ് ഫ്രം അക്രോസ് ദി ഗ്ലോബ് കൺവേർജ് ഓൺ കോഴിക്കോട് ഫോർ KLF. ലോകമെമ്പാടുമുള്ള സാഹിത്യ ഭീമന്മാർ KLF-നായി കോഴിക്കോട് ഒത്തുകൂടുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 23 നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ KLF 8ാമത് പതിപ്പിന് കേരളത്തിലെ ഏത് ജില്ലയാണ് ആതിഥ്യം വഹിക്കുന്നത്? കോഴിക്കോട് ജില്ല. ഇന്ന് ജനുവരി 23 ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബീച്ചിൽ ആരംഭിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇത് 8ാമത്തെ ഒരു ഫെസ്റ്റിവൽ ആണ്. MT വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇന്നത്തെ ഈ ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന കോഴിക്കോടുള്ള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ ദ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 8ാമത് പതിപ്പിന്റെ ആഗോള പങ്കാളി ഏത് രാജ്യമാണ്? ഫ്രാൻസ്. ഫ്രാൻസ് ആണ് 8th എഡിഷൻ ഓഫ് ദ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഗസ്റ്റ് നേഷൻ ആയിട്ട് പങ്കെടുക്കുന്നത്. ഏതാണ്ട് 500ഓളം പേര് പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവൽ ആണ്. ഏഷ്യ തന്നെ പറയുമ്പോൾ വലിയൊരു സാഹിത്യ ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റും. KLF UK, സ്പെയിൻ, ജർമ്മനി, ശ്രീലങ്ക, US, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇത് 8ാമത്തെ ഒരു ഫെസ്റ്റിവൽ ആണ്. ഇന്ന് ആരംഭിക്കുന്നത് ജനുവരി 23 ആരംഭിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ജനുവരി 23 മുതൽ ജനുവരി 26 വരെയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇത് കോഴിക്കോട് ബീച്ച് ആണ്. ഫ്രാൻസ് ആണ് ഇതിന്റെ കൾച്ചറൽ അംബാസിഡർ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: രക്ഷാമന്ത്രി ഇനോഗ്രേറ്റഡ് വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ. രക്ഷാമന്ത്രി വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്? ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലാണ് വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. എന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസിപ്ലിനും അതുപോലെ തന്നെ ദ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ക്ലാസ്, ഇതിൻ്റെ എല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് സൈനിക് സ്കൂൾ. കേരളത്തിൽ അതുകൂടാതെ തന്നെയുള്ള സൈനിക് സ്കൂൾ ആണ് കഴക്കൂട്ടത്തുള്ള സൈനിക് സ്കൂൾ. ഇന്ത്യയിൽ എത്ര സൈനിക് സ്കൂളുണ്ട്? 33 സൈനിക് സ്കൂൾ ആണ് ഇന്ത്യയിലുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 33 സൈനിക് സ്കൂൾ ആണുള്ളത്. പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിൽ ഇന്ത്യയിൽ എത്ര സൈനിക് സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചു? 100 സൈനിക് സ്കൂളുകൾ. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യയിൽ ഇപ്പോൾ 100 സൈനിക് സ്കൂൾ ആണ് ആരംഭിക്കാൻ പോകുന്നത്. വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളും ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള ഒരു സൈനിക് സ്കൂൾ ആണ്. അതായത് നിലവിലുള്ള സ്കൂൾ അത് സൈനിക് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യും. അതനുസരിച്ച് അതിന് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു സൈനിക് സ്കൂൾ ആയിട്ട് മാറുന്നുണ്ട്. എന്നാൽ 100% അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന സൈനിക് സ്കൂൾ ഇന്ത്യയിലാകെ ഉള്ളത് 33 കൂടാതെ വരുന്ന എല്ലാ സൈനിക് സ്കൂളും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ, അതായത് PPP മോഡലിലുള്ള സൈനിക് സ്കൂൾ ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: രാമൻ രാജമന്നൻ കിങ് ഓഫ് മന്നൻ ട്രൈബ് ടു അറ്റൻഡ് റിപ്പബ്ലിക് ഡേ പരേഡ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ മന്നാൻ ഗോത്രത്തിലെ രാജാവായ രാമൻ രാജമന്നൻ. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്തയാണ്. അതായത് മന്നാൻ ട്രൈബിൽ നിന്നുള്ള ഒരു രാജാവ്, സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു ട്രൈബൽ രാജാവാണ് RD പരേഡിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡൽഹിയിൽ 2025 റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി രാജാവ് ആരാണ്? രാമൻ രാജമന്നൻ.
കേരളത്തിലെ ഏക ആദിവാസി രാജാവാണ് ഇപ്പോൾ നിലവിലുള്ള രാമൻ രാജമന്നൻ. രാമൻ രാജമന്നൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ബിനുമോൾ, ഇവരാണ് ഈ പ്രാവശ്യത്തെ ആടി പരേഡിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇത് കേരള ഗവൺമെന്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. 2025 ഡൽഹിയിലെ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി രാജാവ് രാമൻ രാജമന്നൻ ഏത് സമുദായത്തിൽ നിന്നുള്ള ആളാണ്? മന്നൻ സമുദായം. ഈ പ്രാവശ്യത്തെ ആർ.ഡി. പരേഡിൽ പങ്കെടുക്കാൻ പോകുന്ന രാമൻ രാജമന്നൻ, അദ്ദേഹം ഒരേ ഒരു സൗത്ത് ഇന്ത്യയിലെ ട്രൈബൽ കിങ് ആണ്. അദ്ദേഹം മന്നൻ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയാണ്, മന്നൻ സമുദായത്തിലെ വ്യക്തിയാണ് രാജാരാമന്നൻ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് മന്നൻ സമൂഹം കാണപ്പെടുന്നത്? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് ഈ കമ്മ്യൂണിറ്റി ഉള്ളത് ഏറ്റവും കൂടുതലായിട്ട്. അതായത് ഇടുക്കി ജില്ലയിലെ ദേവികുളം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവരുള്ളത്. കുമിളി, അഴൂഹ, ദേവികുളം, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലാണ് ഈ മന്നൻ സമുദായം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഏതാണ്ട് 9,000+ ആളുകൾ മാത്രമേ ഈ സമുദായത്തിലുള്ളൂ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ് മന്നൻ സമുദായം പുലർത്തിക്കൊണ്ടുവരുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള നിലവിലെ മന്ത്രി ആരാണ്? OR കേളു. OR കേളു ആണ് ഇപ്പോഴത്തെ മിനിസ്റ്റർ ഫോർ ദി വെൽഫെയർ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് ഇൻ കേരള. OR കേളു. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കൽപ്പവൃക്ഷ ടു ദി ഗോൾഡൻ ബേർഡ്, എ ഗ്ലിംസ് ഓഫ് ഇന്ത്യസ് ക്രിയേറ്റിവിറ്റി. കൽപ്പവൃക്ഷ സ്വർണ്ണപക്ഷിയിലേക്ക് ഇന്ത്യയുടെ സർഗാത്മകയുടെ ഒരു നേർക്കാഴ്ച. ഒരു ന്യൂസ് ഹെഡിംഗ് ആണത്. ഇതും ആർ.ഡി. പരേഡിലെ ടാബ്ലോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ടാബ്ലോയിൽ കുശവന്റെ ചക്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പുരാതന തമിഴ് സംഗീത ഉപകരണം ഏതാണ്? യാദ്. വരാൻ പോകുന്ന ആർ.ഡി. പരേഡിലെ ഏറ്റവും ഫേമസ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ടാബ്ലോ ആണ് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ, അതായത് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഒരു ടാബ്ലോ. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാദ് എന്ന വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇതുള്ളത് തമിഴ്നാട്ടിലാണ്. ഈ ഒരു യാദ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് വരാൻ പോകുന്ന ആർ.ഡി. പരേഡിലെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ആ ടാബ്ലോയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ദ പോട്ടേഴ്സ് വീലിലാണ്, അതായത് കുശവന്റെ ചക്ര യാദ് എന്ന ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. 2025 ആർ.ഡി. പരേഡ് ടാബ്ലോയിൽ സ്വർണ്ണപക്ഷിയായി മാറുന്ന ഊർജ്ജസ്വലമായ ഘടനയായ കൽപ്പവൃക്ഷം ഏത് മന്ത്രാലയമാണ് പ്രദർശിപ്പിച്ചത്? സാംസ്കാരിക മന്ത്രാലയം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാബ്ലോ ആണ് ഈ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഒരു ടാബ്ലോ. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷ, ഗോൾഡൻ ബേർഡ്, അതുപോലെ യാദ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഇത്തരത്തിലുള്ള കുറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാബ്ലോ ആണ് 2025 ആർ.ഡി. പരേഡിലെ ഒരു ടാബ്ലോ. ഇന്നലത്തെ ഗവൺമെന്റ് സൈറ്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലോ ആണ് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഈ ഒരു ടാബ്ലോയെ കുറിച്ച്. ഏത് റിപ്പബ്ലിക് ദിന പരേഡിലാണ് ത്രിരാഷ്ട്ര സർവീസ് അവരുടെ ആദ്യ ടാബ്ലോയിൽ സംയുക്തതയുടെയും സംയോജനത്തിന്റെയും മനോഭാവം പ്രദർശിപ്പിക്കുന്നത്? 76ാമത് റിപ്പബ്ലിക് ദിന പരേഡ് 2025. 2025 ആർ.ഡി. പരേഡ് ഇത് 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവിയുടെ സംയുക്തമായിട്ടുള്ള ഒരു ടാബ്ലോ ഉണ്ട്. ഇതാദ്യമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലുള്ളൊരു ടാബ്ലോ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ജോയിനസ് ആൻഡ് ഇന്റിഗ്രേഷൻ, അതായത് സംയുക്തതയുടെയും സംയോജനത്തിന്റെയും മനോഭാവം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു ടാബ്ലോ ആണ് ഈ പ്രാവശ്യത്തെ ആർ.ഡി. പരേഡിൽ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ ത്രിരാഷ്ട്ര സേവനത്തിന്റെ ടാബ്ലോയുടെ തീം എന്തായിരിക്കും? സശക്ത് ഓർ സുരക്ഷിത് ഭാരത്. സശക്ത് ഓർ സുരക്ഷിത് ഭാരത്, ഈ ഒരു തീം ആണ് 2025 ആർ.ഡി. പരേഡിലെ ട്രൈ സർവീസിന്റെ ആ ഒരു ടാബ്ലോയിലെ തീം. ട്രൈ സർവീസിന്റെ ടാബ്ലോ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പങ്കെടുക്കുന്നത് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ എപ്പോഴും ഡിഫൻസിൽ എന്ന് പറഞ്ഞാൽ ആർമിയുടെ സെപ്പറേറ്റും എയർഫോഴ്സിന്റെയും നേവിയുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ടാബ്ലോ ആയിരിക്കും. എന്നാൽ ഈ പ്രാവശ്യം ട്രൈ സർവീസിന്റെ ഒരേ ഒരു ടാബ്ലോ ആണ്. ഇതിന്റെ തീം ആണ് സശക്ത് ഓർ സുരക്ഷിത് ഭാരത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് നൈജീരിയ ജോയിൻസ് ബ്രിക്സ് ആസ് പാർട്ട്ണർ, എയിംസ് ഫോർ ഗ്ലോബൽ കൊളാബറേഷൻ. ആഗോള സഹകരണം ലക്ഷ്യമിടുന്ന നൈജീരിയ ബ്രിക്സുമായി പങ്കാളിയായി ചേർന്നു. ബ്രിക്സ് നമുക്കറിയാം എന്താണെന്ന്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബ്രിക്സിനെ കുറിച്ച് നമ്മൾ കറണ്ട് അഫേഴ്സിൽ വായിച്ചിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 17 ഏത് രാജ്യത്തെയാണ് ബ്രിക്സ് പങ്കാളി രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്? നൈജീരിയ.
ഇപ്പം നൈജീരിയയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ജനുവരി 17 ബ്രിക്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. ബ്രിക്സ് എന്നാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇന്നിപ്പോൾ ഇത് ആരംഭിക്കുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് സൗത്ത് ആഫ്രിക്ക ഭാഗമാവുകയും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE ഇതിൻ്റെ ഭാഗമായി. ജനുവരി 17 നൈജീരിയ ബ്രിക്സിൻ്റെ ഭാഗമായി. ബ്രിക്സ് സ്ഥാപിതമായ വർഷം 2009 ജൂൺ 16. 2009 ജൂൺ 16 ബ്രിക്സ്, അതായത് 4 രാഷ്ട്രങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ബ്രിക്സ് എന്നത്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ വന്നപ്പോൾ അത് ബ്രിക്സ് എന്ന ലെവലിലേക്ക് വന്നു, BRICS. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.